ട്രൂത്തി ആൻഡ് ഫോൾസി വാല്യൂ ഇതെന്താ അല്ലേ നമുക്ക് ട്രൂവും ഫോൾസും അല്ലാതെ കുറച്ച് കൂട്ടാളികളും കൂടെ ഇവന്മാർക്കുണ്ട് എന്ന് വെച്ചാൽ ട്രൂ കണ്ട ട്രൂവും ഫോൾസും ആണെന്ന് തോന്നത്തില്ല, പക്ഷെ അതിന് ട്രൂ ആൻഡ് ഫോൾസ് എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. സോ നമുക്ക് നോക്കാം. ഇതിനെ കണ്ടിട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റുമോ? ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് വെച്ചാൽ നമ്മൾ ബൈ ഡിഫോൾട്ട് ഇതിന് മുമ്പേ കണ്ടിട്ടുള്ള ട്രൂ ആൻഡ് ഫോൾസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇതായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും. പക്ഷെ ഇത് കൂടാതെ നമുക്ക് കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട്. അവന്മാരെ നമ്മൾ ട്രൂത്തി എന്നും ഫോൾസി എന്നും FALSY ഇങ്ങനെയും ഈ രണ്ട് പേരുകളിൽ വിളിക്കും. ഇവന്മാരുടെ കാര്യം എന്ന് വെച്ചാൽ ഇവന്മാരെ കണ്ട ട്രൂ ആൻഡ് ഫോൾസ് ആണെന്ന് അറിയാൻ പറ്റത്തില്ല, പക്ഷെ അവന്മാര് ശരിക്കും ഒരു ഇഫിനകത്തൊക്കെ ഇട്ട് നോക്കുമ്പോഴത്തേക്ക് ട്രൂ ആൻഡ് ഫോൾസ് ആണ്. അതിന്റെ വാല്യൂസ് ലിസ്റ്റ് വാല്യൂ നമുക്കൊന്ന് ഗൂഗിൾ നോക്കാം. ട്രൂത്തി വാല്യൂസ് ഇൻ JS നമുക്ക് അങ്ങനെ വേണ്ട. ഇത്രയും ആൾക്കാരെ നമ്മൾ ചെയ്ത് നോക്കിയാൽ എല്ലാം ട്രൂ വരും. ആദ്യത്തേത് നമ്മുടെ ബൈ ഡിഫോൾട്ട് ട്രൂ, അതെന്തായാലും ട്രൂ ആണ്. രണ്ടാമത്തത് MD ആയിട്ടുള്ള കേർലി ബ്രാക്കറ്റ്. ഇതെന്തോ സാധനം? ഈ MD കേർലി ബ്രാക്കറ്റ് നിങ്ങൾ എന്താ പറയുന്നത്? അതിനൊരു പേര് പറയും. അപ്പൊ ഇതാര്? ഇത് ഒബ്ജക്റ്റ്, ഇത് അറേ. ഇതപ്പൊ MD ആണെങ്കിൽ അതിനെ ട്രൂ ആണെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു MD അറേനെ ഞാൻ പിടിച്ച് ഇഫിനകത്ത് ഇട്ടാലും അത് ട്രൂ ആണ്. എനിക്കപ്പോ ഒരു ഫയൽ ഉണ്ടാക്കാം, truthi.js. ഞാനിപ്പോ ലെറ്റ് ഏതോ അറേ ഈക്വൽ ടു ഇങ്ങനെ ഇട്ടാലും ഇഫ് ഏതോ അറേ ലോഗ് ട്രൂ ആണ് കേട്ടാ. നോഡ് ട്രൂത്തി കണ്ട ട്രൂ ആണ് കേട്ടാ വന്നണ്ട. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോ ബാക്ക് എൻഡിൽ നിന്ന് അറേ ആയിട്ടാണ് ഒരു സെറ്റ് ഓഫ് വേരിയബിൾ വരുന്നതെന്ന് കരുതിക്കോ. ഞാനപ്പോ കരുതും അറേക്കകത്ത് ഒന്നും ഇല്ലെങ്കിൽ ഇത് ഫോൾസ് ആവുമെന്ന് കരുതി നമ്മൾ ഇങ്ങനെ അങ്ങ് ഇട്ട് വെച്ചാൽ ഫോൾസ് ആവും. ഇങ്ങനത്തെ കേസിൽ നമുക്ക് അറേ MD ആണോ അല്ലേ നമുക്ക് വെറുതെ ഇങ്ങനെ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ കേസിൽ നമ്മൾ അറേ ഡോട്ട് ലെങ്ത് എടുത്തിട്ട് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രം അകത്ത് കയറിയാൽ മറിയുള്ളൂ. ഇങ്ങനെയാണ് അറേയിലൊക്കെ ലെങ്ത് നോക്കുന്നത്. വെറുതെ ജസ്റ്റ് കൊടുത്താൽ അത് ട്രൂത്തി വാല്യൂ ആണ്. സോ അതുപോലെ തന്നെയാണ് നമുക്കൊരു ഒബ്ജക്റ്റ്. ഏതോ ഒരു ഒബ്ജക്റ്റ് കണ്ട, ഈ ഒരു ഒബ്ജക്റ്റിന്റെ കേസിൽ ഇതും ട്രൂ തന്നെയാണ് റെൻഡർ ചെയ്യുന്നത്. കണ്ട, ഇതിനെ കണ്ട ട്രൂ ആൻഡ് ഫോൾസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഇതും ട്രൂ ആണ്. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റിനെ എങ്ങനെ ചെക്ക് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഒബ്ജക്റ്റിന്റെ ഫംഗ്ഷൻ പറഞ്ഞുതരാം. അതേപോലെ ഇത്രയും ആൾക്കാർ വന്നാൽ ട്രൂ ആണ് വരുന്നത്. നമ്പർ ഇട്ടാൽ ട്രൂ ആണ്, ഒരു സ്ട്രിങ് കൊടുത്താൽ ട്രൂ ആണ്, ഫോൾസ്. ഇതിനകത്ത് ടെക്നിക്കലി സ്പീക്കിംഗ് ഇഫിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഐ മീൻ നമുക്ക് വേരിയബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എക്സെപ്ഷൻ ഉണ്ട്, കണ്ടാൽ അത് എന്തെങ്കിലും ആണെന്ന് തോന്നിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ട്രൂ ആണ്. മനസ്സിലായില്ലേ? അടുത്ത നമുക്ക് ഫോൾസി വാല്യൂസിനെ നോക്കാം. അത് നമുക്ക് നോക്കാം, കുറച്ചൊരു ഐഡിയ കിട്ടും. വീണ്ടും MD. ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ ഫോൾസ് എന്ന് ആദ്യം ഓബിയസ്ലി ഫോൾസ്, രണ്ടാമത്തെ നള്ള് അൺഡിഫൈൻഡ്. ഇവന്മാരുടെ രണ്ടിനെയും ഫോൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബൈ ഡിഫോൾട്ട് 0 ഫോൾസും 1 ട്രൂ എന്നുമാണ് കോഡിങ്ങിന്റെ ലോകത്ത് അറിയപ്പെടുന്നത്. 0 ഫോർ ഫോൾസ്, 1 ഫോർ ട്രൂ. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. 0 എന്ന് വെച്ചാൽ എംഡിനെസ് ഫോൾസ്, 1 ഫോർ എന്തുകൊണ്ട് ട്രൂ. സോ -0 അതാണ്. ഇതെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതാണ് ബിഗ് ഇൻഡ്. എന്നിട്ട് അത് ബിഗ് ഇൻഡ് ആയിരിക്കും. പിന്നെ ഞാൻ എന്ന് പറയുന്ന നോട്ട് എ നമ്പർ, ഡബിൾ കോഡ്സ് വെറുതെ കൊടുത്താൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ട്രൂത്തി ആൻഡ് ഫോൾസി വാല്യൂ. കണ്ടാൽ ട്രൂ ആൻഡ് ഫോൾസ് ആണെന്ന് തോന്നത്തില്ല, പക്ഷെ അവന്മാര് പിടിച്ച് ഇഫിനകത്ത് ഇതൊക്കെ പണി കിട്ടുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കമ്പ്യൂട്ടേഷൻ ഒക്കെ ചെയ്യും, കാര്യത്തിൽ എന്തെങ്കിലും ലോജിക് എഴുതിയിട്ട് അവസാനം അതിന്റെ ഔട്ട്പുട്ട് 0യോ അൺഡിഫൈൻഡോ വരുമ്പോഴത്തേക്ക് ഇഫിനകത്തോട്ട് നേരത്തെ കേസിൽ അതിന്റെ ഔട്ട്പുട്ട് ഇപ്പോ ഒരു MD അറേ അല്ലെ ഒരു MD ഒബ്ജക്റ്റ് ആണ് നമ്മുടെ കമ്പ്യൂട്ടേഷന്റെ റിസൾട്ട് എന്ന് കരുതിക്കോ. ശരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് MD ആയിട്ടുള്ള ഒരു സാധനത്തിനകത്ത് എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്ക് ലോഗ് പോലും ചെയ്യാനൊരു ഐറ്റം ഇല്ല ശരിക്കും. അപ്പോൾ ആ ഒരു ലൂപ്പ് ഇഫിനകത്ത് കയറാൻ പാടില്ല, പക്ഷെ അത് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് കയറും. അതാണ് ഇവന്മാരുടെ സിഗ്നിഫിക്കൻസ്. കണ്ടാ പറയത്തില്ല, പക്ഷെ ട്രൂ ആൻഡ് ഫോൾസ് ആണ് ഇവന്മാർ കാണിക്കുന്നത്. ഇതിനതുകൊണ്ട് ട്രൂത്തി ആൻഡ് ഫോൾസി എന്ന് പറയപ്പെടും. ഓക്കെ അല്ലേ?